Love, peace and joy. Welcome back to our channel. ഞാൻ ജസ്ബോയ്ക്ക് ഒരു റോസറി ഉണ്ടാക്കാൻ പോണെയാണ്. ജസ്ബോയുടെ ബർത്ത്ഡേ ആണല്ലോ, April 15. ഇന്ന് March 21 ആണ്. എനിക്കിനി ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണതാണ്. അപ്പോൾ നല്ലൊരു വെറൈറ്റി റോസറി, ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഒരു റോസറിയാണ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണലൈസ്ഡ് ആണ്, വിത്ത് നെയിം, ജസ്രയിൽ എന്നുള്ളൊരു പേരും കൂടി വെച്ചിട്ടുള്ള റോസറിയാണ്. അപ്പോൾ കുറേ കൺഫ്യൂസ്ഡ് ആണ് ഞാനിപ്പോൾ റൈറ്റ് നൗ. ഞാനപ്പോൾ അത് കാണിച്ചു തരാം, ബീഡ്സ് കാണിച്ചു തരാം, അതേപോലെ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്പോയ്ക്ക് ഇത് അറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ബിക്കോസ് വേറെ ഒന്നും ചെയ്യാൻ ചാൻസ് എനിക്കറിയില്ല. എത്രത്തോളം നമുക്ക് അടുത്ത April 15 നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് റോസറി എങ്കിലും ഉണ്ടാക്കി വെക്കാം. കൊച്ചിന് ഇഷ്ടമാണ് റോസറി, സോ അതെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ നമുക്കത് ചെയ്താലോ? ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പേഴ്സണലൈസ്ഡ് റോസറിയാണ് കേട്ടോ. സോ ഗൈസ്, ഞാൻ എടുത്തേക്കുന്ന ബീഡ്സ് ഞാൻ ഓൾറെഡി വേറൊരു വ്ളോഗിൽ കാണിച്ചിട്ടുള്ള ആ ബീഡ്സ് ജസ്പോയ്ക്ക് വേണ്ടി വാങ്ങിച്ച ബീഡ്സിൽ നിന്നാണ് ഞാൻ അന്ന് റോസറി ഉണ്ടാക്കിയപ്പോൾ ഹെയിൽ മേരിയുടെ ഒരു 6 ബീഡ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ കൊച്ചിന് വേണ്ടി വാങ്ങിച്ച ബീഡ്സാണ്. അവന് ബ്ലൂ ആണ് അവൻ്റെ ഫേവറേറ്റ് കളർ. പിന്നെ ഞാൻ ഇതിങ്ങനെ കുറച്ച് ലെറ്റേഴ്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ബീഡ്സ്. പക്ഷേ വന്നപ്പോൾ അത് ചെറിയ ബീഡ്സാണ്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. സെയിം സൈസ് ആണെങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചെയ്യുന്നില്ല. എക്സ്ട്രാ ഒരു പീസ് പോലെ നമ്മളുടെ സെൻറ്റർ പീസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ലെയർ പോലെ ഈ അടിയിൽ ഇങ്ങനെ മാതാവിൻ്റെ മിറാക്കുലസ് ലോക്കറ്റും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ പീസ് ഒന്നുമില്ല. സെൻറ്റർ പീസ് എല്ലാം സിൽവർ കളറാണ്. ഇത് കണ്ടോ, എൻ്റെ അടുത്തുള്ള എല്ലാ സെൻറ്റർ പീസും സിൽവർ കളറാണ്. എനിക്കിപ്പോൾ ഗോൾഡൻ ആണ് വേണ്ടത്, കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു കുറച്ച് ക്രോസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെയിൽ മേരി ബീഡ്സിന് പകരം ഈ ക്രോസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കോമ്പിനേഷൻ അല്ലേ? പ്ലസ് ക്രോസ് ഉണ്ട്, ഐ മീൻ ക്രൂസിഫിക്സ് എൻ്റെ അടുത്ത് ഗോൾഡൻ കളറിലുണ്ട്, പക്ഷേ സെൻറ്റർ പീസ് ഇല്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇതുപോലത്തെ പീസും സെൻറ്റർ പീസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിക്ക് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ സെൻറ്റർ പീസ് ഇപ്പോൾ സാധാരണ ഒരു നോട്ടിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബ്ലാക്ക് ത്രെഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, കാരണം ഈ ബീഡ്സ് കണ്ട ബ്ലൂ ആൻഡ് ബ്ലാക്കാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ കളറിൽ ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. വലിയൊരു റോസറി ഉണ്ടാക്കാൻ പോകുന്നത് 59 മണിയുടെ ആൻഡ് വിത്ത് ഹിസ് നെയിം ജസ്രേൽ. ലെറ്റ്സ് സീ. അപ്പോൾ ഇന്ന് March 31 ആണ്. March 31, ആഫ്റ്റർ 10 days. ഞാൻ ഓൾറെഡി റോസറി ഉണ്ടാക്കി കഴിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാം 9, ഞാൻ ജസ്റ്റ് ആൽവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത പോലെ, ആൽവിൻ്റെ ബർത്ത്ഡേക്ക് സാം 38 നമ്മൾ ചെയ്തായിരുന്നില്ലേ, അതേപോലെ ജസ്പോയുടെ ബർത്ത്ഡേക്ക് സാം 9 എഴുതണയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കൊച്ചിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ഭാഗമായിട്ട്. ഡെഫിനറ്റ്ലി വേറൊരു ഗിഫ്റ്റും കൂടി അല്ലെങ്കിൽ വാങ്ങിക്കുന്നുണ്ട്, അത് പിന്നീട് കാണിക്കാം. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ്.
അവൻ്റെ എന്താ അവൻ്റെ സ്പിരിച്വൽ സൈഡാണ് ഞാൻ നോക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, ഡാഡയുടെ പോലെ ചെസ് ബോയ്ക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ, പേപ്പറിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കത് താല്പര്യമുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ഇതിങ്ങനെ ഒരു സ്ക്രോൾ പോലെ റോൾ ചെയ്ത് റോസറിയുടെ സൈഡിൽ വെക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പേപ്പർ കണ്ട ഇങ്ങനത്തെ ഒരു ബ്ലൂ പേപ്പറിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യണം. പിന്നെന്താണ്, ഇത് സാം 9 ആയതുകൊണ്ട് തന്നെ 22 വേഴ്സസ് എന്തുകൊണ്ട് അല്ല 20 വേഴ്സസ് ഉണ്ട്. അവൻ്റെ സാം 8 ആകെ കൂടി 9 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൊച്ചിന് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു, 9 ഉണ്ടായിരുന്നുള്ളൂ. ഇത് 20 വേഴ്സസ് ഉണ്ട്. അവൻ സാം 8 ഫുൾ അവന് കാണാപ്പാടം അവൻ പറയും എല്ലാ ദിവസവും. അപ്പം ഇനി സാം 9 പഠിക്കണം കൊച്ചിന്. എന്തായാലും അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം, എഴുതുന്നത് കുറച്ച് കാണിക്കാം, പ്ലസ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ. അതുപോലെ ഹെഡിങ് ഞാൻ കാലിഗ്രഫി തന്നെ ബ്രഷ് പെൻ വെച്ച് എഴുതിയേക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പെൻ വെച്ച് എഴുതിയേക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് പെന്നാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് പെൻ, യൂണിവോളിൻ്റെ പെൻ. അതും എനിക്കിഷ്ടം, കൂടുതലിഷ്ടം ബ്ലാക്ക് പെൻ വെച്ച് എഴുതുന്നതാണ് കേട്ടോ. പൊട്ടി. I wonder what this is. Happy birthday. It's a rosary. These beads are such beautiful ones. I really love these beads. Even has my name. I made a special rosary for you. You like it? This is so nice. I really love these. Dada made that. You like it? Can you show it to them? This is so beautiful. Oh, you like it, Panna? Yes, obviously. Okay, what about that thing? Other thing? There is something else there. What could it be there? Sam 9. You have to read it today, okay? Before sleep. Show me. Oh my gosh. Don't read it now. Will this take how long? It won't take an hour. It will just You take like it? Yeah. Okay, that It's was a even my special. favorite color. Okay, now let's open other things. അപ്പോൾ ഈ ഒരു റോസറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പേഴ്സണലൈസ്ഡ്, അതേപോലെ ഇങ്ങനെ ഒരു പേരെല്ലാം വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഡു ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. യെസ്, അപ്പോൾ ബാക്കി കുറേ വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ മിനി വ്ളോഗ്സ് വരാനുണ്ട്. അതെല്ലാം പയ്യെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാമല്ലോ ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ ഇതെല്ലാം ഈസ്റ്റർ കഴിയുമ്പോൾ പയ്യെ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈസ്റ്ററിൻ്റെ എല്ലാവിധ പ്രേയേഴ്സും ഹോളി വീക്കിൻ്റെ എല്ലാ വിഷസും എല്ലാവർക്കും നൽകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.